എല്ലാവർക്കും പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ഈ ഫാമിലി സപ്പോർട്ടും അത് ഒരു വലിയൊരു മാറ്ററാണ്. അത് നമുക്ക് എല്ലാ സക്സസിൻ്റെ പിന്നിലും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫാമിലി സപ്പോർട്ട് ഹസ്ബൻഡിൻ്റെയും കൂടിയേ തീരും. അത് ശരിക്കും പറഞ്ഞാൽ ജെൻസിൻ്റെ ഇതിൽ നമ്മളത് പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മളെല്ലാം സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടാണ് അവരും സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത്. അവരുടെ പ്രൊഫഷനിൽ അവർ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്ത് ഫുൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നില്ലേ. അതേപോലെ നല്ലൊരു ഫാമിലി സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഫസ്റ്റൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഹസ്ബൻഡ് കൂടെ വന്ന് നമുക്ക് എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2-3 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ തന്നെയാണ് ട്രാവൽ ചെയ്യാറ്. ചേച്ചി പുതിയ ഡിസൈനേഴ്സിനൊക്കെ അവസരം കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. ഇന്റേൺഷിപ്പിന് ഒത്തിരി കുട്ടികൾ വരും. പഠിക്കുന്ന പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് വരും. അപ്പോൾ നമ്മളവരെ വെൽ ട്രെയിൻഡ് ആയിട്ടാണ് വിടുന്നത്. കാരണം ഫ്രം ദ സ്ക്രാച്ച് നമുക്ക് എല്ലാം ഉണ്ടല്ലോ. സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്, എംബ്രോയിഡറി ചെയ്യുന്നവരുടെ ഡിസൈനിങ് എല്ലാം ഉണ്ട്. അപ്പം അവർക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം പഠിച്ചിട്ട് പോവാം. കാരണം നമ്മളിപ്പോൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പൊതുവേ ബേസിക് തിയറിറ്റിക്കൽ നോളജേ ഉള്ളൂ, പ്രാക്ടിക്കൽ നോളജ് ഇല്ല. അപ്പോൾ അവർ വിചാരിക്കുന്ന ഒരു ഫാൻറ്റസി വേൾഡ് മാത്രമാണ് ഈ ഫാഷൻ എന്ന് പറയുന്നത്, ഗ്ലാമർ വേൾഡ്. പക്ഷെ അനിലേക്ക് അറിയാലോ ഇതിൻ്റെ ഒരുപാട് സ്ട്രെയിനും. അപ്പോൾ അത് എങ്ങനെ ഇതിൽ ഈ ഒരു ഫീൽഡിൽ നിൽക്കണമെങ്കിൽ എന്തായാലും അത് അവർക്ക് അവിടെ വരുമ്പോൾ കറക്റ്റ് അവർക്ക് മനസ്സിലാവും. അപ്പം അതൊരു നല്ല ലേണിംഗ് ആയിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാം ട്രെയിൻ ചെയ്ത് തന്നെ കൊടുക്കാൻ പറ്റാറുണ്ട്.